നിങ്ങൾ ഒഴിയില്ല എന്ന്. ഞങ്ങൾ ഒഴിയില്ല സാറേ. ഞങ്ങൾ ഇവിടെ ഉപജീവനമാർഗം നടത്തി ഞങ്ങളായിട്ട് കൊണ്ടുവന്ന് വെച്ച സ്ഥാപനം ഞങ്ങളായിട്ട് നശിപ്പിച്ചു കളയില്ല. അല്ലെങ്കിൽ സർക്കാർ ഞങ്ങൾക്ക് തൊഴിൽ തരട്ടെ. അല്ലെങ്കിൽ സർക്കാർ ഒരു മാർക്കറ്റ് ആദ്യം രൂപീകരിക്കണം. പഞ്ചായത്ത് ആദ്യം കൊള്ളേണ്ടതാണ് ഒരു മാർക്കറ്റ് രൂപീകരിച്ചെടുക്കണം. ഈ പഞ്ചായത്തിലുണ്ട് അന്വേഷിക്കും വല്ല മാർക്കറ്റ്. ഒരു വഴിയോര കച്ചവടക്കാർക്ക് ലൈറ്റ്, വഴിയോര കച്ചവടക്കാർക്ക് വേണ്ട. ഒരു ആക്സിഡന്റ് വന്നു കഴിഞ്ഞാൽ കാണാൻ പോലും നിവർത്തിയില്ല. ഒരു ലൈറ്റുകൾ ഉണ്ടാകും നോക്ക്. 8 മണി കഴിഞ്ഞാൽ കൂരിട്ട് ഉള്ളത് മുഴുവൻ കഞ്ചാവും വെള്ളം. ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. അതിന് പോലും സർക്കാരിന് നോട്ടമില്ല. ഇവിടെ വിളിച്ചു പറഞ്ഞിട്ട് പോലും സർക്കാരിന് ഇവിടെ വരാൻ കഴിയില്ല. എത്രയോ കോളുകളാണ് ഈ ഫോണിൽ നിന്ന് വിളിക്കണത്. ഒരു കോള് പോലും അറ്റൻഡ് ചെയ്യണില്ല. അറിയാമോ? ഇവിടെ കഞ്ചാവ് വരുമ്പോഴാണ് ഞാൻ വിളിക്കണത്. നിങ്ങളുടെ ഉപജീവനം നഷ്ടപ്പെടും. അതുകൊണ്ട് അതിനുള്ള അവസരം ഒരുക്കണം എന്നാണോ? ഞങ്ങൾക്ക് ഒരുക്കണം. ഇവിടെ ഞങ്ങൾക്ക് ഉപജീവന മാർഗം തട്ടി തരാണ് ഞങ്ങൾ. ഇവിടുത്തെ കച്ചവടം കളയാൻ പറ്റില്ല. നമ്മളെ കരി മേടിക്കുന്ന ഇവിടുന്നാണ്. ആകെ വൈകുന്നേരം കൊണ്ടുവന്നിട്ട് മറിക്കാൻ പറ്റില്ല. കച്ചവടം ചെയ്യും. പക്ഷെ തട്ടുകൾ മാറ്റി കൊടുക്കും. മാറ്റൂല. വെയിലും മഴയും കൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ കച്ചവടം ചെയ്യും. ഇവരെല്ലാരും 2 വീലറൊക്കെ വന്ന് ചവിട്ടണത്. ആ ചെറിയ കച്ചവടക്കാരെ കൊണ്ട് നമ്മൾ ജീവിക്കണത്. ഈ മാർഗം നമുക്ക് കളയാൻ നമുക്ക് തയ്യാറാവുന്നില്ല. നമ്മൾ കളയേയില്ല. അത് ആകെ 2 ബോക്സ് കമത്തിയിടും രാവിലെ വന്നിട്ട്. വൈകുന്നേരം 8 മണിയാകുമ്പോൾ കച്ചവടം കഴിഞ്ഞ് പോകണേണ്. അല്ലാണ്ട് വേറെ അവിടെ ബ്ലോക്കും കാര്യങ്ങളൊന്നുമില്ല. ഹാർബർ വികസനത്തിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഏറ്റെടുത്തത്. അതേപോലെ 2 ഹാർബർ സർക്കാരിന് മാത്രം ഹാർബർ വന്ന് വികസനം നടത്തിയത് പോരാ. അറിയാമോ? അതിനു മുമ്പ് 2 ഹാർബർ ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ ഇപ്പൊ ഇവിടെ വികസനം റോഡ് കിടക്കലുണ്ട്. അത് സർക്കാരിന്റെ കണ്ണിൽ പെടില്ല. ആ വഴിയിൽ ഒരു വെട്ടമുണ്ട്. ഈ വഴിയിൽ ഒരു വെട്ടം. അന്നേരം സർക്കാരിന് കണ്ണിൽ ചോരയില്ലേ? കണ്ണിൽ കാണിച്ചില്ല. ഇത് മാത്രം കണ്ണിൽ പെട്ടിട്ടുള്ള. ഇപ്പൊ മാത്രം അപ്പൊ കണ്ണടച്ച് കളയണ. അന്നേരം ഇപ്പൊ എന്താ കണ്ണ് തുറന്നത് അവരാ? ഇപ്പോഴാണ് അവരെ മീനെടുത്ത ടീമുകളാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അവരെ ഐസാശി പണിക്കാശി കാര്യങ്ങളാശി അവരെ പണിസാധനങ്ങൾ കാര്യങ്ങൾ ഇതിനു വേണ്ടി തുനിഞ്ഞ ആൾക്കാരെ മക്കള് ജീവിക്കണം. ഇതുകൊണ്ട് അവരെ ശാപം തീരാശം കാരണം അവര് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവര്. അല്ലാണ്ട് കൈക്കൂലി മറ്റുള്ള ഉണ്ടാക്കിയിട്ടില്ല സർക്കാർ. ഇത് കണ്ടില്ലേ? ഈ റോഡ് സൈഡ് ഇതുപോലെ ചെയ്യോ? ഈ റോഡ് സൈഡിൽ തന്നെ ഇതുപോലെ ആരെങ്കിലും ചെയ്യോ? സർക്കാരിന് കളിച്ചു കൊടുത്തേക്കാണ്. അതിനൊക്കെ അവർക്ക് നിങ്ങളെ സംരക്ഷിക്കുന്നില്ല. വൻകിടക്കാർക്ക് മാത്രം സഹായം. സാധാരണക്കാർക്ക് മാത്രമേ ഇല്ല. റോഡാണ് പഞ്ചായത്ത് റോഡാണ് അവർ പറയുന്നത്. അതായത് അവർക്ക് വലിയ പ്രതിഷേധമുണ്ട്. ചെറുകിട മത്സ്യ വ്യാപാരികളാണ്, മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെയാണ് ഇവിടെ കച്ചവടം നടത്തുന്നത്. ഇവിടെ ഇപ്പോൾ JCB ഉൾപ്പെടെ തടഞ്ഞിട്ടിരിക്കുകയാണ്. കാരണം JCB ഉപയോഗിച്ച് കുറച്ച് സ്റ്റാളുകൾ പൊളിച്ചു നീക്കി.